എല്ലാവർക്കും നമസ്കാരം. 2026 വ്യാഴമാറ്റ ഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വർഷത്തെ വ്യാഴമാറ്റത്തെ നമുക്ക് 2 ഘട്ടങ്ങളായി തിരിക്കാം. കാരണം 2026 ജൂൺ 2-ാം തീയതി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറുന്നുണ്ട് എങ്കിലും അവിടെ അധികകാലം നിൽക്കാതെ 2026 ഒക്ടോബർ 31-ന് അതിചാരമായി ചിങ്ങം രാശിയിലേക്ക് മാറും. അതിനുശേഷം 2027 ജനുവരി 25-ന് വക്രഗതിയിൽ വീണ്ടും കർക്കിടകം രാശിയിലേക്ക് തിരികെ വരികയും 2027 ജൂൺ 26 വരെ അവിടെ തുടരുകയും ചെയ്യും. വ്യാഴത്തിൻ്റെ വക്രഗതിയും ഉച്ചസ്ഥിതിയും അതിചാരവുമെല്ലാം പുണർതം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള കർക്കിടകക്കൂറിൽ ജനിച്ചവർക്ക് നൽകാൻ പോകുന്ന ഫലങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് നിങ്ങളുടെ ജന്മരാശിയിലും ധനസ്ഥാനത്തും വ്യാഴം വരുമ്പോൾ വ്യക്തിജീവിതത്തിലും കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലും എന്ത് മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലമായി വ്യാഴം 12-ാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്നതിനാൽ ചെലവുകൾ വർദ്ധിക്കുക, ആശുപത്രിവാസം, അനാവശ്യമായ യാത്രകൾ, സാമ്പത്തിക നഷ്ടങ്ങൾ തുടങ്ങി പലവിധ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകേണ്ടി വന്നു കാണും. എന്നാൽ 2026 ജൂൺ 2-ാം തീയതി വ്യാഴം ജന്മരാശിയിലേക്ക് മാറുന്നതോടെ ഇതുവരെ ഉണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരം ലഭിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചവർക്ക് ആ ആഗ്രഹം സാധിക്കും. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വലിയ മാറ്റം വരികയും സമൂഹത്തിൽ കൂടുതൽ അംഗീകാരം ലഭിക്കുകയും ചെയ്യും. 2026 ഒക്ടോബർ 31-ാം തീയതി വ്യാഴം അതിചാരമായി 2-ാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ സാമ്പത്തിക നിലയിൽ വലിയ കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. 2-ൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ വാക്കുകൾക്ക് വില ഉണ്ടാകും. മറ്റുള്ളവരെ സ്വാധീനിക്കാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ആഗ്രഹിച്ച വിഷയങ്ങളോ കോളേജുകളോ ലഭിക്കും. പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും. പഠനം കഴിഞ്ഞ് ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് മികച്ച ശമ്പളത്തോടു കൂടിയ നല്ല ജോലി ലഭിക്കും. ജോലി സ്ഥലത്ത് ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം ഇനി മാറും. നിങ്ങളുടെ കഴിവിന് അനുസരിച്ചുള്ള സ്ഥാനക്കയറ്റവും ശമ്പള വർധനയും ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വിസ സംബന്ധമായ പ്രശ്നങ്ങൾ മാറും. ഫിനാൻസ്, ടീച്ചിങ്, ലാ, പബ്ലിക് സ്പീക്കിംഗ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ വലിയ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. വിവാഹപ്രായമായവർക്ക് വൈകാതെ തന്നെ വിവാഹം നടക്കുകയും ചെയ്യും. ബിസിനസ്സിലുള്ളവർക്ക് വലിയ ലാഭം കൊയ്യാൻ സാധിക്കുന്ന സമയമാണിത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നിർത്തിവെച്ച സംരംഭങ്ങൾ വീണ്ടും തുടങ്ങാൻ സാധിക്കും. പഴയ കടങ്ങൾ കൊടുത്തു തീർക്കാനും ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാനും കഴിയും. 10-ാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ തൊഴിൽ രംഗത്ത് വലിയ ഉയർച്ച ഉണ്ടാകും. പുതിയ അധികാര സ്ഥാനങ്ങൾ നിങ്ങളെ തേടിയെത്തും. 6-ാം ഭാവത്തിലേക്ക് വ്യാഴദൃഷ്ടി ഉള്ളതിനാൽ ശത്രുക്കളുടെ ശല്യം കുറയും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. 8-ാം ഭാവത്തിലേക്ക് വ്യാഴദൃഷ്ടി വരുന്നതിനാൽ പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും. ഭാഗ്യ പരീക്ഷണങ്ങളിൽ വിജയമുണ്ടാകും. 2027 ജനുവരി അവസാനം മുതൽ വ്യാഴം വക്രഗതിയിൽ വീണ്ടും ജന്മരാശിയിലേക്ക് തിരികെ വരുന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ വേണ്ടിവരും. എന്നാൽ പിന്നീട് വ്യാഴം പൂർണ്ണമായി 2-ാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ സാമ്പത്തികപരമായി എല്ലാ അനുകൂല ഫലങ്ങളും നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന വ്യാഴമാറ്റത്തിന് ശേഷം കർക്കിടകക്കൂറുകാർക്ക് സാമ്പത്തിക പുരോഗതിയും കുടുംബത്തിൽ സന്തോഷവും തൊഴിൽ മേഖലയിൽ മികച്ച വിജയവും ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർക്കിടകക്കൂറിൽ ജനിച്ചവരുടെ വ്യാഴമാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ ചിങ്ങക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.